നമസ്കാരം സുഹൃത്തുക്കളെ, മാത്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മാത്സ് ആണ്. എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും വേറെ മാത്സ് ഒക്കെ നോക്കി നന്നായിട്ട് ചെയ്യണം. ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ട് ഇരിക്കരുത്. കാരണം എനിക്ക് അറിയാവുന്ന ഒരു കുറച്ച് മാത്സുകൾ അങ്ങനെ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. 20 മാർക്കാണ്. വേറെ മാത്സ് നോക്കുക, അതിന്റെ കൂടെ ഇതും നോക്കുക കേട്ടോ. ഓക്കെ, അത്രയും അതായത് എന്നും ചോദിക്കാറുള്ള മേഖലകൾ മാത്രമാണ് നമ്മൾ എടുത്തു തരുന്നത്. അപ്പൊ ഏത് മേഖലയിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ധൈര്യമായിട്ട് തന്നെ നോക്കിക്കോ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. മാത്സ് നമ്മളത് പറയണം. കാരണം നമ്മളൊരു ലൈഫ് നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ പറയേണ്ട കാര്യം നമുക്കത് പറഞ്ഞേ പറ്റൂ. മാത്സ് നന്നായിട്ട് തീർച്ചയായിട്ടും നോക്കണം. GK വിഭാഗം യാതൊരു പേടി വേണ്ട, അത് നിങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ട ഓക്കെ ആകും. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ ഒപ്പം വരുന്നതാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് ഇട്ടിട്ടില്ല. കാരണം ഞാൻ സേവ് ചെയ്ത് വെച്ചത് വേറെ ടെലിഗ്രാമിലായിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്തു, ടെലിഗ്രാം ഇപ്പോൾ അറിയാലോ. അപ്പൊ 23-ാം തീയതിക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂ. 23-ാം തീയതിക്ക് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ എങ്ങനെയായാലും ഒരു 15 10 25 ഇനി ഒരു 25 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ആകുമ്പോഴേക്കും നമ്മൾ 10-60 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ തന്നെ നല്ലൊരു അടിത്തറയായി. ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പോലും അതിൽ ഞാൻ കറണ്ട് അഫെയർ അടക്കം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളും അതിലത്തെ ക്വസ്റ്റ്യൻസും ഓപ്ഷനും ഒന്നും ഒരു മിസ്റ്റേക്കും വരാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ 50% കഴിഞ്ഞു LGSന്റെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് പിന്നെ ഇപ്പൊ നമ്മൾ എന്താണ് 30 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും ഒരു 15-ാം തീയതിക്ക് ശേഷം 18-ാം തീയതി എക്സാം, 15 16 17 അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ 30 days നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ കൂടിയിട്ട് എന്താണ് ചിലപ്പോൾ 25 26 ദിവസം ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മൾ ആക്കും. പക്ഷേ എന്തായാലും ആ 2-3 ദിവസം ആ സിലബസ് എല്ലാം കൂടി അങ്ങോട്ട് ഒട്ടിച്ചു കിട്ടുന്ന പോലെ ഒരു റിവിഷൻ നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ഞാൻ തരുന്നതായിരിക്കും. കാരണം നമുക്ക് ഒരു ദിവസം സയൻസ് വിഷയങ്ങൾ എടുക്കുക, ഒരു ദിവസം ഹിസ്റ്ററി വിഷയങ്ങൾ എടുക്കുക, ഒരു ദിവസം ജോഗ്രഫി വിഷയങ്ങൾ എടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു 3 ദിവസം എല്ലാത്തിലും കൂടി കൊണ്ട് ഒരു ഒട്ടിച്ചിട്ട് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തും. അപ്പൊ എന്താവും, GK നമുക്ക് ഓക്കെ ആവും. അപ്പൊ മാത്സ് ഒന്നും കൂടിയിട്ട് മക്കൾ നോക്കണം കേട്ടോ. നമ്മളത് പറയാൻ പറ്റും, ഇതന്നെ കണ്ടാൽ മതി മാത്സ് 20 മാർക്ക്, നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി നോക്ക, ഒരു സംഖ്യയെ 48 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 19 കിട്ടി. അതേ സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം, x എന്ന് കൊടുക്കാൻ നമുക്ക് അറിയില്ല. അതിനെ നമ്മൾ 48 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഏതോ ആൻസർ വന്നു. ബാക്കി ശിഷ്ടം എത്ര വന്നു? ഇവിടെ 19 വന്നു. എന്നാൽ ഇതേ ഈ x എന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ ശിഷ്ടം എത്ര വരും എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിയിട്ട് ഈ 19 ഫസ്റ്റത്തെ ശിഷ്ടം ഉണ്ടല്ലോ, ആ ശിഷ്ടത്തിനെ എന്ത് ചെയ്യുക, 8 കൊണ്ട് ഹരിക്കുക. ഓക്കെ, ഈ 19 എന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, 8 കൊണ്ട് ഹരിക്കുക. 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ എത്ര ശിഷ്ടം വരുന്നത് നോക്ക്. 1 8 2 16 അല്ലെ, 16 വരെ നമ്മൾ പോയില്ലേ, 2 പ്രാവശ്യം 16 വരെ പോയി. ഇനി 3 8 24 ആവും, അത് പറ്റില്ല അല്ലെ. 1 8 2 16 16 കഴിഞ്ഞ 19ലേക്ക് 17 18 19, ശിഷ്ടം 3. ഇത്രയേ ഉള്ളൂ. ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഫസ്റ്റത്തെ ശിഷ്ടത്തിനെ എന്ത് ചെയ്യുക, മറ്റേ ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ചെയ്തിട്ട് വേണം ആൻസറിലേക്ക് എത്താനായിട്ട്. ഇനി അപ്പോ ഇനി എന്താണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയാം അല്ലെ. ഓക്കെ, നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. അടുത്തൊരു സംഖ്യ തെറ്റുന്ന ഒരു സംഖ്യയെ ഇതൊന്ന് ചെയ്ത് നോക്കടാ. ഒരു സംഖ്യയെ എടുക്കാം, 20 കൊണ്ട്, ഒരു സംഖ്യയെ 20 കൊണ്ട് ഹരിച്ചപ്പോൾ, ഇവിടെ ഭരിച്ചപ്പോൾ നടിക്കുന്നത് ഈശ്വര, ആര് ഭരിക്കുന്നു? ഓക്കെ, ഹരിച്ചപ്പോൾ 20 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര വന്നു? 11 വന്നു. ഓക്കെ, ഒരു സംഖ്യയെ 20 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം വന്നു. അതായത് ഒരു x എന്ന സംഖ്യയെ 20 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര വന്നു? 11 വന്നു. എന്നാൽ അതേ സംഖ്യ എന്തു ചെയ്തു, 5 കൊണ്ട് ഹരിച്ചപ്പോൾ, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ഫസ്റ്റത്തെ ശിഷ്ടത്തിനെ
ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 5 5, 2 5, 10, ബാക്കി 1. ശിഷ്ടം എത്ര വന്നു? ശിഷ്ടം എത്ര വന്നു? 1 അല്ലേ? 1 വന്നില്ലേ? ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാം. ഒരു സംഖ്യയെ 300 കൊണ്ട് ഹരിച്ചപ്പോൾ, ഒരു സംഖ്യയെ 300 കൊണ്ട് ഹരിച്ചപ്പോൾ ഏതോ ഒരു സംഖ്യ, ആ സംഖ്യനെ 300 കൊണ്ട് ഹരിച്ചു. അപ്പൊ ശിഷ്ടം എത്ര വന്നു എന്നറിയോ? 102 വന്നു. ശിഷ്ടം 102 വന്നു. എന്നാൽ ഇവിടെ x എന്ന് കൊടുത്തു. അതേ എക്സിനെ എന്ത് ചെയ്യാണ്? ഒരു 15 എന്ന സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും? എത്ര? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 102നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 105നെ എന്ത് ചെയ്യണം? 105 അല്ല, 102നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? ആൻസർ? ഇവിടെ നോക്കിക്കോ. 15 into 6, 5 25, 6 5 30, 3 1 6 7 9 അല്ലെ? 90. 90 വരെ ആയില്ലേ? 90 ഒരു 15 കൂടി കൂട്ടാൻ പറ്റില്ല. അപ്പൊ എന്തായി? 105 മാറും. അപ്പൊ ഇവിടെ എത്ര വന്നു? 6 വന്നു അല്ലെ? 6 വന്നു അല്ലെ? 15 into 6 90 വരെ വന്നു. പിന്നെ ബാക്കിയുള്ള സംഖ്യ എത്രയാണ്? 12 അല്ലെ? ശിഷ്ടം എത്രയാണ്? 12. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു മോഡല്. ഒരു മോഡൽ നോക്ക്. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ, ഇവിടെ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളാണ്. അല്ലാണ്ട് ഇവിടെ ഒരു ഇരട്ട സംഖ്യ, വേറെ ഏതോ ഒരു ഇരട്ട സംഖ്യയില്ല. അടുത്തടുത്തുള്ള 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 132 ആയാൽ വലിയ സംഖ്യ എത്ര? അതായത് ഇപ്പൊ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകൾ നമുക്ക് ഉദാഹരണം ചെയ്തെടുക്കാം. 6 കൊടുക്കാം. അതിന്റെ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? 6 8 അല്ലേ? അടുത്തടുത്തതായിരിക്കണം. ഇനിയിപ്പോ 4 എടുത്താൽ അടുത്തത് എടുക്കണം, 6 എടുക്കണം. 8 എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള 10 എടുക്കണം. മനസ്സിലായി? അപ്പൊ നമ്മളിവിടെ തുടർച്ചയായ 2 ഇരട്ട സംഖ്യ, 6 കൊടുത്തു 8 കൊടുത്തു. അപ്പൊ ഇതിന്റെ വർഗങ്ങളുടെ വ്യത്യാസം പറയുന്നതാണ്. 6ന്റെ സ്ക്വയർ എത്രയാണ്? 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 8ന്റെ സ്ക്വയർ എത്രയാണ്? എന്നിട്ട് 64. 64 മൈനസ് 36. അതാണ് ഇവിടെ പറഞ്ഞത്. വർഗങ്ങളുടെ വ്യത്യാസം ഇവിടെ 132 ഇത് തന്നിട്ടുണ്ട്. നമ്മൾ ഏതോ ഒരു സംഖ്യയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇരട്ട സംഖ്യ എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ 66 നിന്നും 64 നിന്നും 36 പോയാൽ എത്ര വരും? 36 4 40, ബാക്കി 50, 60 20 24 28 അല്ലെ? 28 വന്നു. എങ്കിൽ വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. 28 വന്നു. അപ്പൊ അതിന്റെ വലിയ സംഖ്യ ഏത് എന്നാ ചോദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കണക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 132 ആയാൽ വലിയ സംഖ്യ ഏത്? മനസ്സിലായോ? ഇവിടെ വ്യത്യാസം 28 വന്നു. ഇനി വലിയ സംഖ്യ ഏത്? ചെറിയ സംഖ്യ ഏത്? അങ്ങനെയൊക്കെ കണക്ക് വരും. വലിയ സംഖ്യ മാത്രമല്ല, ചെറിയ സംഖ്യയും ചോദിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇപ്പോ ഇവിടെ ഉദാഹരണമായിട്ട് നമ്മൾ 6 കൊടുത്തു 8 കൊടുത്തു അല്ലെ? 6ഉം എടുത്തു 8ഉം എടുത്തു. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6ഉം 8ഉം തമ്മിൽ ഇരട്ട സംഖ്യകൾ പറഞ്ഞാൽ എന്താ? എത്ര വ്യത്യാസം വരും? 2 ആണ് അല്ലെ? ഏത് ഇരട്ട സംഖ്യ എടുത്താലും വ്യത്യാസം ഏത് തന്നെയാണ്? 2 തന്നെയാണ്. ആ 2ന്റെ ഇരട്ടി എടുക്കുക. 4. മനസ്സിലായോ? 2ന്റെ ഇരട്ടി എടുത്തു. 2ന്റെ ഇരട്ടി എടുത്താൽ എത്രയാണ്? 4 വന്നു അല്ലെ? ആ 4നെ നമ്മൾ എന്ത് ചെയ്യണം? 4 നമ്മൾ എന്ത് ചെയ്യണം? ഈ 132നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 4 4, 2 4 8, 3 4 12. 12ഉം പിന്നെ ബാക്കി ഇവിടെ എത്രയുണ്ട്? ഇവിടെ എത്ര വരും? എത്ര വരും? സംഖ്യ എത്രയാ വരിക? 132നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 24 8 3 4 12 വന്നു. ബാക്കി 12 അല്ലെ? ബാക്കി 12നെ 4 കൊണ്ട് ഹരിച്ച 1 4 24 8 3 4 12 അല്ലെ? അത് എത്ര വന്നു? 33 എന്ന് വന്നു അല്ലെ? അപ്പൊ എത്രയാണ് ആൻസർ? എത്ര വന്നു? 33. മനസ്സിലായോ? ഇവിടെ എത്ര ആൻസർ കിട്ടിയത്? 33 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 33ന്റെ ഇടതുവശത്തുള്ള സംഖ്യയും 32ഉം 33ന് ശേഷമുള്ള സംഖ്യ ഏതാണ്? 34. അപ്പൊ ഇവിടുത്തെ 2 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? 32ഉം 34ഉമാണ്. അതിലെ വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 34. ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 32.
മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒരു സംഖ്യ കൂടി ചെയ്യാം. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ അതേ ചോദ്യം കേട്ടോ, അതേ ചോദ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 172 ആയാൽ ചെറിയ സംഖ്യ ഏത്? നമുക്കറിയാം ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഏതേത് ഇരട്ട സംഖ്യ എടുത്താലും അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 തന്നെയാണ് അല്ലെ? അപ്പൊ 10, 12 അതിന്റെ വ്യത്യാസം എത്രയാണ്? 2 അല്ലേ? ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യത്യാസം 2 ആണ്. അതിന്റെ ഇരട്ടി എടുക്കുക, 4 എടുക്കുക. എന്നിട്ട് 172നെ 4 കൊണ്ട് ഹരിക്കുക. 1 4 4 4 8 3 4 12 4 16 4 വന്നു. ബാക്കി ഇവിടെ എത്രയുണ്ട്? 12 ഉണ്ട്. 1 4 4 8 3 4 12 43 വന്നു. ഇവിടെ എത്രയാ വന്നു? 43. അപ്പൊ 43ന്റെ തൊട്ടുള്ള ഇരട്ട സംഖ്യ 42, 43ന് ശേഷമുള്ള ഇരട്ട സംഖ്യ 44, 44 വലിയ സംഖ്യയും 42 ചെറിയ സംഖ്യയും. നെക്സ്റ്റ് വൺ നോക്ക്. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ, അവിടെ ഇരട്ട സംഖ്യ പറഞ്ഞു, ഇവിടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 104 ആയാൽ ചെറിയ സംഖ്യ ഏതാണ്? അതേ മോഡൽ തന്നെയാണ്, അതിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ രണ്ട് ഒറ്റ സംഖ്യകൾ പറഞ്ഞപ്പോൾ നമുക്ക് ഉദാഹരണം ഇത് 5 എഴുതാം, 7 എഴുതാം. 5ഉം 7ഉം ആ 5ന്റെയും 7ന്റെയും വർഗ്ഗങ്ങളുടെ വ്യത്യാസം പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. ഈ 49ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 104 എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഇങ്ങനെ തരുമ്പോ മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ആൻസറിലേക്ക് ഇവിടെ കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത അതേ മാതൃക തന്നെയാണ്. ഉദാഹരണമായിട്ട് നമ്മൾ 5ഉം എടുത്തു, 7ഉം എടുത്തു. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 തന്നെയാണ്. ഒറ്റ സംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യ ആണെങ്കിലും വ്യത്യാസം എത്ര തന്നെയാണ്? 2 തന്നെയാണ് അല്ലെ? അതിന്റെ ഇരട്ടി എടുക്കാൻ 4. എന്നിട്ട് 104നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വന്നു? 10ൽ 5 വന്നു. 2ൽ എത്ര വന്നു? 2 വന്നു. 52 എന്ന് വന്നു. 52ന് തൊട്ട് മുമ്പുള്ള സംഖ്യ 51, 52ന് ശേഷമുള്ള സംഖ്യ 53. രണ്ടൊറ്റ സംഖ്യകൾ തന്നെയല്ലേ ഇവിടെ വന്നത്? 53 വലിയ സംഖ്യ, 51 ചെറിയ സംഖ്യ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര വന്നു? ഇവിടെ ചെറിയ സംഖ്യയല്ലേ ചോദിച്ചിരിക്കുന്നത്? 51. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി നോക്ക. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ അതേ ചോദ്യം തന്നെ കേട്ടോ. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ കേട്ടോ. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം പറഞ്ഞാൽ അവയുടെ സ്ക്വയറുകൾ തമ്മിൽ കേട്ടോ. കിട്ടിയതിന് സ്ക്വയർ കണ്ടതിന് ശേഷം അവ തമ്മിലുള്ള വ്യത്യാസം അത് എത്രയാണ്? 88 ആണ്. എങ്കിൽ വലിയ സംഖ്യ ഏത്? മേലത്തെ അതേ ചോദ്യമാണ്. വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഒറ്റ സംഖ്യയായ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്തേ. ഒറ്റ സംഖ്യകൾ 11 എടുത്തു, 13 എടുത്തു. അപ്പൊ അതിന്റെ വ്യത്യാസം എത്രയാണ്? ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം 2 ആണ്. അതിന്റെ ഇരട്ടി 4 എടുത്തു. ആ 88നെ 4 കൊണ്ട് ഹരിച്ചു. 2 വന്നു. 22 വന്നു. 22 എന്ന് എഴുതി. 22ന്റെ തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ 21, 22ന് ശേഷമുള്ളത് 23, വലിയ സംഖ്യ 23, ചെറിയ സംഖ്യ 21. ഓക്കെ, ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ എടുക്കാൻ സെയിം തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും ഈ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി എടുക്കണം എന്നുള്ളത്. അടുത്ത നോക്ക. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 83 ആയാൽ ചെറിയ സംഖ്യ ഏത്? അതേ ചോദ്യം തന്നെ. മനസ്സിലാകുന്നുണ്ടോ? അതേ ചോദ്യം തന്നെയാണ്. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. തുടർച്ചയായ രണ്ട് എണ്ണ സംഖ്യകൾ പറയുമ്പോൾ നമുക്ക് ഏത് എഴുതാം? 8 എഴുതി 9 എഴുതി അല്ലെ? അടുപ്പിച്ചുള്ള എണ്ണസംഖ്യയിലാണ്. ഇവിടെ തുടർച്ചയായ എന്നൊരു വാക്കുണ്ട്. ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് എഴുതാൻ പാടില്ല കേട്ടോ. തുടർച്ചയായ രണ്ട് എണ്ണസംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം ഇവിടെ എത്ര തന്നു? 83 ചെറിയ സംഖ്യ ഏത്? അതേ മെത്തേഡ് തന്നെ ചെയ്യേ. 8ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ് അല്ലെ? 1ന്റെ ഇരട്ടി എത്രയാണ്? 2 ആണ്. അപ്പൊ 83നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വന്നു. 3/2 പറഞ്ഞാൽ എത്രയാണ്? 1.5 ആണ് അല്ലെ? 41.5
5 അല്ലേ? 3ന്റെ പകുതി പറഞ്ഞാൽ എത്രയാണ്? 1.5 അല്ലേ? അപ്പൊ 41.5 41.5 വന്നു. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള എണ്ണസംഖ്യ 41, അതിന് ശേഷമുള്ളത് 42. 41ന്റെയും 42ന്റെയും ഇടയിലുള്ള സംഖ്യയാണ് ഏത്? 41.5 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എണ്ണൽ സംഖ്യയല്ലേ ഇവിടെ? അതുകൊണ്ട് തന്നെ 41ഉം 42ഉം വലിയ സംഖ്യ 42, ചെറിയ സംഖ്യ 41. അപ്പൊ ഇവിടെ ചെറിയ സംഖ്യ 41. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എണ്ണസംഖ്യയും ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും ഒക്കെ ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെയാണ്. അവിടെ വ്യത്യാസം എത്രയാണോ അതിന്റെ ഇരട്ടി എടുക്കുക. തന്നിട്ടുള്ള ചോദ്യത്തിലെ എന്ത് ചെയ്യാം? സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഇരട്ട സംഖ്യയാണെങ്കിൽ ഇരട്ട സംഖ്യ ചെയ്യുക, ഒറ്റ സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യ ചെയ്യുക, എണ്ണൽ സംഖ്യയാണെങ്കിൽ എണ്ണൽ സംഖ്യ ചെയ്യുക കേട്ടോ. ഇനി നോക്കിക്കേ, തുടർച്ചയായ ഒരു ഇതും കൂടി ചെയ്യാം. ഈ എണ്ണൽ സംഖ്യകളുടെ തന്നെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 121 എന്ന് വെക്കുക. എങ്കിൽ ചെറിയ സംഖ്യ ഏതാണ്? 121നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ പറയുമ്പോൾ വ്യത്യാസം 1 അതിന്റെ ഇരട്ടി 2 എടുത്തു. 2, 6, 1/2 അല്ലേ? ഇവിടെ എത്ര വരും ആൻസർ? നമ്മളിവിടെ എത്രയാ പറഞ്ഞ? 121 എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ എത്ര വന്നു ആൻസർ? 121. പിന്നെ 1നെ നമ്മൾ എന്ത് ചെയ്യണം? പകുതിയാക്കുമ്പോ 60.5 എന്ന് വന്നു അല്ലെ? 60ഉം 60ഉം 120, 120 5 5 1 അല്ലെ? 121 60.5 എന്ന് വന്നു. അപ്പൊ 60.5ന്റെ തൊട്ട് മുമ്പുള്ളത് 60, 60ന് ശേഷമുള്ളത് 61, വലുത് 61, ചെറുത് 60. ഇവിടെ നോക്കാം, 10ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? 10ന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ 10നെ നമുക്ക് ഏതൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1 × 10 എത്രയാണ്? 10 ആണ് അല്ലെ? പിന്നെ 10 കിട്ടണമെങ്കിൽ വേറെ ഏത് ചെയ്യാം? 2 × 5 എത്രയാണ്? 10. ഇത് രണ്ട് സംഖ്യകളാണ് ഇവിടെ നമുക്ക് 10ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. 10 വരും, 1 വരും, 2 വരും, 5 വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഏതൊക്കെ വന്നു? എത്ര വന്നു? 1 ഉണ്ട്, 10 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ ഘടകങ്ങൾ കിട്ടി നമുക്ക്. ഇവിടെ ഇത് എന്താണ്? ഘടകങ്ങളാണ്. ഇനി ഇതിന്റെ വിൽക്രമങ്ങളുടെ തുക. വിൽക്രമം പറഞ്ഞാൽ ഇവ ഓരോന്നിനെയും എന്ത് ചെയ്യുക? 1/, വെച്ചിട്ട് ചെയ്യുക. ഇവ ഓരോ ഘടകങ്ങളിനെയും 1/ലേക്ക് മാറ്റുക. ഇവിടെ 1 ഇല്ലേ? അപ്പൊ 1/1. ഇനി ഇവിടെ എത്രയുണ്ട്? 10 ഉണ്ട്. പ്ലസ് 1/10. ഓക്കെ. പ്ലസ് ഇനി ഇവിടെ 2 ഉണ്ട് അല്ലെ? 1/2 പ്ലസ് ഇവിടെ 5 ഉണ്ട്. 1/5. മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ താഴെ തന്നിട്ടുള്ളതിന്റെ എന്ത് ചെയ്യുക? LCM കാണുക. LCM കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളിൽ LCM കാണാനൊക്കെ പഠിക്കാം കേട്ടോ. LCM കാണാൻ ചെയ്യുമ്പോൾ ഈ താഴെ 1 ഉണ്ട്, 10 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കാം. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 10 അല്ലേ? ഈ 10 എല്ലാത്തിലും പോകുന്നുണ്ടോ നോക്കിയേ. 10 1ൽ പോകും അല്ലേ? 10 2ലും പോകും, 5 ആണ് അല്ലേ? 10 5ലും പോകും, 2 ആണ് അല്ലേ? പോകും. അപ്പൊ ഇവിടുത്തെ LCM ഏത് തന്നെയാണ്? 10 തന്നെയാണ്. മനസ്സിലായോ? LCM ഇങ്ങനെ പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. LCM കാണാൻ പറയുമ്പോൾ താഴെ ആ LCM തരുന്ന സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ആ ഏറ്റവും വലിയ സംഖ്യനെ എന്ത് ചെയ്യണം? മറ്റു സംഖ്യകള് ഡിവൈഡ് ചെയ്ത് പോകാൻ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വലിയ സംഖ്യ തന്നെയാണ് എന്ത് പറയുന്നത്? LCM എന്ന് പറയുന്നത്. ഇവിടെ 10 കിട്ടിയില്ലേ? 10 കിട്ടി. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് വന്നു? LCM 10 വന്നു. ഇനി ഇതിനെ ഓരോന്നിനെയും ചെയ്യണം. മനസ്സിലായോ? ഇവിടെ എത്രയാണ്? 1/1 അല്ലേ? അപ്പൊ 10 × 1/1. അപ്പൊ എത്ര വന്നു? 10 തന്നെ വന്നു അല്ലേ? 10 തന്നെ വന്നു. ഇനി അടുത്തത് 1/10 ആണ് അല്ലേ? LCM ആയ 10 × 1/10. 10ഉം 10ഉം പോയി. ഇവിടെ എത്ര വന്നു? 1 വന്നു. ഇനി 10 × അടുത്തത് ഏതാ? 1/2 വന്നു. എത്ര വന്നു? 5 വന്നു. ഇനി 1/5 ആണ്. അപ്പൊ 10 × 1/5 സമം എത്ര വന്നു? 2 വന്നു. 2 വന്നില്ലേ? 2 വന്നില്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇവിടെ എഴുതുക. 10 + 1 + 5 + 2. 10 1 11, 11 5 16, 16 2 18, 18/10. ഇതാണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഇനി ചെയ്യാൻ എന്താണ്? ചെയ്ത് നോക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് കണക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരിക്കൽ നോക്കിയിട്ട് അത് കിട്ടിയില്ല പറഞ്ഞിട്ട് അത് അങ്ങനെ വെക്കാൻ പറ്റില്ല. അത് എങ്ങനെ വന്നു, അത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ചെയ്ത് നോക്കണം.
അടുത്ത കണക്ക് നോക്ക്. 15ന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക ചെയ്തു നോക്ക്. 15ന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 15ന്റെ ഘടകങ്ങളെ കണ്ടെത്തുക. 1 × 15 15ആണ്. 15ന്റെ വേറെ ഗുണം ഏതാണ്? 3 × 5 15 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഘടകങ്ങൾ കിട്ടി. 1 കിട്ടി, 15 കിട്ടി, 3 കിട്ടി, 5 കിട്ടി. ഇതൊക്കെ എന്താണ്? 15ന്റെ ഘടകങ്ങളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത ഈ പോർഷനിലേക്ക് പോവുക. വ്യുൽക്രമങ്ങളുടെ തുക കാണാൻ ഈ താഴെ തന്നിട്ടുള്ള ഘടകങ്ങളെ എല്ലാം എന്ത് ചെയ്യുക? 1/ലേക്ക് മാറ്റുക. 1/ലേക്ക് മാറ്റുക. അപ്പൊ 1/1 1/1 പ്ലസ് 1/15 പ്ലസ് 1/3 പ്ലസ് 1/5. എന്നിട്ട് ഇതിന്റെ താഴെയുള്ള എൽസിഎം കാണുക. എൽസിഎം കാണാൻ എന്താ പറഞ്ഞത്? താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ നോക്കുക. അവിടെ 15 ആണ്. 15 1ൽ പൂവില് പോകും, 3ൽ പൂവിലേ പോകും, 5 15 അല്ലേ? 15 5ൽ പൂവിലേ? 5 5 5 10 5 15. അപ്പൊ ഇവിടെ എൽസിഎം എന്ന് പറയുന്നത് 15 തന്നെയാണ്. ഈ 15നെ നമ്മൾ എഴുതി. എന്നിട്ട് നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിനി ഇവിടെ സംഖ്യ കിട്ടണം. സംഖ്യ കിട്ടാൻ ഈ എല്ലാത്തിനെയും 15 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 1/1 അല്ലെ? 1/1 × 15 അങ്ങനെ എഴുതാ, അല്ലെങ്കിൽ 15 × 1/1 എഴുതാം. അപ്പൊ ഇവിടെ എത്ര തന്നെ കിട്ടി? 15 തന്നെ കിട്ടി. ഇനി 1/15 × 15. ഇവിടെ എത്ര വന്നു? 15 15 പോയി 1 വന്നു. ഇനി 1/3 × 15. എത്ര വന്നു? ഇവിടെ എത്ര വന്നു? 5 എഴുതി അല്ലെ? 5. ഇനി 1/5 × 15. 5 15. അപ്പൊ ഇവിടെ എത്ര വന്നു? 15 പ്ലസ് 1 പ്ലസ് 5 പ്ലസ് 3. 15 5 20, 23 24. 24/15 is right answer. അടുത്ത നോക്ക്. എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ഏത്? ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട് കേട്ടോ. ഇപ്പൊ എയും ബിയും ഒറ്റ സംഖ്യകളാണ്. അതായത് ഇപ്പൊ എയും ബിയും, എ ഇപ്പോ 5, ബി എന്തായിരിക്കണം? അപ്പോ 7 ആയിരിക്കും അല്ലേ? അതിപ്പോ ഏതോ ആയിക്കോട്ടെ, അടുത്തടുത്ത സംഖ്യകൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? ഞാൻ ഉദാഹരണമായിട്ട് കൊടുത്തു എന്നേ പറ്റുള്ളൂ. ഇനിയിപ്പോ അത് വേണമെങ്കിൽ 17 ആക്കാം. ഓക്കെ, എയും ബിയും എന്താണ്? ഒറ്റ സംഖ്യകളാണ്. താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ഏത്? അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഏതൊക്കെ കൂട്ടിയാൽ, എങ്ങനെയൊക്കെ കൂട്ടിയാൽ എന്താണ് ഇരട്ട സംഖ്യയായിട്ട് വരിക? അപ്പൊ നമുക്കിവിടെ ഏതാണ് ആൻസർ? അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? എ പ്ലസ് ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. എങ്ങനെ വന്നു എ പ്ലസ് ബി ആൻസർ വന്ന്? എ പ്ലസ് ബി പറഞ്ഞാൽ ഏതാണ് ഇവിടെ? 5ഉം 17ഉം ആണ് അല്ലേ? 5 + 17, 7 3 10 12, ശിഷ്ടം 1 1 1 2. ഇരട്ട സംഖ്യ വന്നില്ലേ? ഇരട്ട സംഖ്യ വന്നോ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെങ്ങനെ കിട്ടി എന്ന് പറഞ്ഞുതരാൻ നോക്കിയോ. 3 എടുക്കുക, 5 കൊടുക്കുക. ഏതെടുത്തു? 3 എടുത്തു, 5 കൊടുത്തു. നമുക്ക് എന്താ പറഞ്ഞത്? ഇവിടെ ഒറ്റ സംഖ്യ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ചെറിയ സംഖ്യ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും പറഞ്ഞിട്ടാണ് കേട്ടോ. ഇവിടെ എ × ബി ആണ്. എ എത്രയാണ്? ഇവിടെ 3 × ബി എത്രയാണ്? 5. 5 15. ഇവിടെ ഒറ്റ സംഖ്യയിലേ വന്ന്, ഇത് ഒറ്റ സംഖ്യയിലേ വന്ന്. ഇവിടെ ആൻസർ ഏത് കിട്ടണം? ഇരട്ട സംഖ്യ കിട്ടണം. ഇവിടെ ഒറ്റ സംഖ്യയാണ് വന്ന് 15. ഇനി നോക്കിക്കേ, 3 × എ × ബി ആണേ. 3 × 5 പ്ലസ് 2. 5 15 2 17. ഒറ്റ സംഖ്യ വന്നു. ഇനി എ പ്ലസ് ബി നോക്കിക്കേ. എ പ്ലസ് ബി 3 പ്ലസ് 5 പ്ലസ് 1. 5 3 8 8 1 9. ഒറ്റ സംഖ്യ വന്നു. എന്നാൽ എ പ്ലസ് ബി നോക്കിക്കേ. 3ഉം 5ഉം എത്ര വന്നു? 8 വന്നു. ഇവിടെ ആകെ ഒരൊറ്റ ഇരട്ട സംഖ്യയിലേ വന്നിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഇരട്ട സംഖ്യയായിരിക്കും. രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറയാൻ പോണ കണക്ക് നന്നായിട്ട് പഠിക്കണം. എപ്പോഴും ചോദ്യം വരുന്നുണ്ട്. 6/21ന്റെ 1ന്റെ സ്ഥാനത്തെ അക്കം എത്ര? കണ്ടോ? അതേപോലെ 213/8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നിങ്ങനെ കണക്ക് തരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഇപ്പൊ 6/21 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 6/21. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ 21നെ 4 കൊണ്ട് ഹരിക്കുക.
4 കൊണ്ട് കേട്ടോ. എപ്പോഴും എപ്പോഴും ഹരിക്കേണ്ടത് 4 കൊണ്ടാണ്. അപ്പൊ 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 5 4 20 വന്നു. ശിഷ്ടം എത്ര വന്നു? ഇവിടെ ശിഷ്ടത്തിനാണ് പ്രധാനം. ശിഷ്ടം 1 വന്നു. മനസ്സിലായോ? ശിഷ്ടം 1 വന്നാൽ പവർ എത്ര ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പൊ പവർ എത്ര ഇടണം? പിന്നെ 6/1. മനസ്സിലായോ? എന്നിട്ട് 21 പവർ മാറി. നമ്മളിപ്പോ 6/21 നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ഇവിടെ ശിഷ്ടം 1 വന്നപ്പോൾ പിന്നെ നമ്മൾ 6ന് എന്തിട്ട് കൊടുക്കണം? 1 എന്നിട്ട്. 6/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 തന്നെയാണ്. മനസ്സിലായോ? ഇനിയിപ്പോ ഇവിടെ ശിഷ്ടം 2 എന്നാണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6ന് 2 ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോ ശിഷ്ടം 3 എന്നാണ് വന്നതെങ്കിൽ 6ന് 3 ഇട്ട് കൊടുക്കുക. 6² 3 ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോ ശിഷ്ടം 4 ആണ് വന്നതെങ്കിൽ ശിഷ്ടം എന്താണ്? ശിഷ്ടം 4 വരുമോ? ശിഷ്ടം 4 വരില്ല. കാരണം 4 കൊണ്ട് 4നെ ഹരിക്കുമ്പോൾ 4 വരുമോ? ഇല്ല അല്ലെ? അവിടെ എന്താ വരിക? 0 വരും അല്ലേ? 0 വന്നു കഴിഞ്ഞാൽ 6ന്റെ നേരിട്ട് എന്തിട്ട് കൊടുക്കുക? 4 ഇട്ടു. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ 4 വരാതെ എന്താണ്? 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടുമോ? അല്ല, 0 അല്ലേ വരിക. അപ്പൊ ശിഷ്ടം 0 വന്നാൽ 6ന്റെ പവർ എന്തിട്ട് കൊടുക്കുക? 4 ഇട്ട് കൊടുക്കുക. അവിടെ നോക്കിക്കേ, ശിഷ്ടം 1 വന്നാൽ എന്ത് ചെയ്യുക? ആ സംഖ്യക്ക് 1 ഇട്ട് കൊടുക്കുക പവർ. മനസ്സിലായോ? ഇനി ശിഷ്ടം 2 വന്നാൽ 2 ഇട്ട് കൊടുക്കുക. 3 വന്നാൽ 3 ഇട്ട് കൊടുക്കുക. ഇനി ശിഷ്ടം 0 വന്നാൽ 4 ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ 6/1. അപ്പൊ നമുക്ക് അടുത്തൊരു സംഖ്യ ഇത് നോക്കിയേ. 213/8 അല്ലെ എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്ര എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് കൂളായിട്ട് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ഇത്രയും വലിയ സംഖ്യനൊന്നും പവർ ഇട്ടിട്ട് ചെയ്യണ്ട. അവസാനത്തെ ഒറ്റ സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിനെ മാത്രം എടുത്ത് ചെയ്താൽ മതി. ഇപ്പുറത്ത് ഇനി ഇങ്ങനെ 3 5 8 4 3 4 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടം പോലെ ഇപ്പൊ എത്രയാ? 216/216 തന്നെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഈ 3നെ മാത്രം എടുത്താൽ മതി. പിന്നെ ഒന്നും കണക്കാക്കണ്ട. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇവിടെ എത്രയാ പറഞ്ഞ? 213/8 അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3നെ മാത്രം കണ്ടെടുക്കുക. എന്നിട്ട് 3/8 എന്ന് എഴുതുക. മനസ്സിലായോ? ആ 8നെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഹരിക്കണം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2. ശിഷ്ടം എത്ര വന്നു? ഇവിടെ ശിഷ്ടം ഉണ്ടോ? ഇല്ല, 0 വന്നു. ശിഷ്ടം 0 വന്നാൽ നമ്മൾ പവർ എത്ര ഇട്ട് കൊടുക്കണം എന്നാ പറഞ്ഞത്? 4 ഇട്ട് കൊടുക്കണം എന്നാ പറഞ്ഞത്. ഏതിന്? 200 അല്ലെ? 3ന് അല്ലെ? 3 നമ്മൾ ഇനി ഇവിടെ ഈ സംഖ്യ ഒന്നും കണക്കാക്കണ്ട. വെറും 3ന് നമ്മൾ എത്ര ഇട്ട് കൊടുക്കണം? 4 എന്ന പവർ ഇട്ട് കൊടുക്കണം. അപ്പൊ 3 × 3 × 3 × 3 അല്ലേ? 3/4 എന്ന് പറഞ്ഞാൽ 3 × 3 9. 9 × 3 27. അപ്പൊ എപ്പോഴും കണക്കാക്കേണ്ടത് ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ഇപ്പൊ നോക്കിക്കോ. ഇപ്പൊ വലിയൊരു സംഖ്യകളൊക്കെ വരുമ്പോ അങ്ങനെ ഗുണിക്കാൻ മിസ്സേനി അപ്പുറത്ത് വേറെ കൊണ്ട് ഗുണിക്കാൻ അതൊന്നും ചെയ്യണ്ട. 3 × 3 എത്രയാണ്? 3 × 3 9. 9 × 3 എത്രയാണ്? അത് ചെയ്യാലോ, ഒറ്റ സംഖ്യയല്ലേ. 9 × 3 എത്രയാണ്? 27. പിന്നെ നമ്മൾ ഈ 2 വേണ്ട, 7 മാത്രം എടുത്താൽ മതി. 7 × 3 എത്രയാ? 21 അല്ലേ? അപ്പൊ 1. മനസ്സിലായോ? അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാ? 1. എത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ മതി. മനസ്സിലായോ? മനസ്സിലായോ? 853 × 1346 × 452 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് 853 ഇൻറ്റു വേഗം 1346 ഗുണിക്കട്ടെ. 3 6 18 1 3 4 12 13 1 3 3 9 10 ശിഷ്ടം 1 1 3 3 4 5 5 6 30 ശിഷ്ടം 1 അങ്ങനെ ഗുണിച്ചിട്ട് പോവല്ലേ. ഗുണിച്ചിട്ട് പോകാൻ കഴിഞ്ഞാൽ അവര് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ OMR ഷീറ്റ് വാങ്ങില്ലേ, അത് വാങ്ങിക്കുന്ന സമയമാകും. മനസ്സിലായോ? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ ചെയ്യണം? ഇങ്ങനെ ഒരു സംഖ്യ തന്നാൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ കാണാൻ ആദ്യം ഇതെടുക്കുക. 3 അവസാനത്തെ ഒറ്റ സംഖ്യ എടുക്കുക. 3 3 × 6 എത്രയടാ? 3 × 6 അവസാനത്തെ ഒക്കെ എടുക്കുക. 2 × 6. മനസ്സിലായോ? അപ്പൊ 3 × 6 എത്രയാണ്? 18. അപ്പൊ ഇനി ഇവിടെ ഒന്നും വേണ്ട, ഇനി 8 എടുക്ക്. 8 × ഇരട്ട് 16. ഒന്നും വേണ്ട, 16. 6 × 6 36. അപ്പൊ എത്ര വന്നു? 6. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 6. ഇത്രയേ ഉള്ളൂ. അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ എടുക്കുക. അവിടെ ഗുണിക്കുമ്പോൾ 2 സംഖ്യകൾ വരുന്ന സമയത്ത് ഇവിടെ 18 എന്ന് വന്നത് നമ്മൾ എന്ത് ചെയ്യണം? 18ന്റെ ഒന്നും വേണ്ട, 8 അവസാനത്തെ അക്കം മാത്രം എടുക്കുക. കണ്ടോ? അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? ആൻസറിലേക്ക് എത്തണം.
അടുത്തത് നോക്ക്, ഒരു ക്ലാസ്സിലെ 15 ആളുകൾ തമ്മിൽ, ഒരു ക്ലാസ് റൂം ഒക്കെ മനസ്സിൽ കാണണം, അവിടെ 15 കുട്ടികൾ നിൽക്കുന്ന കാണണം. അവർ തമ്മിൽ സമ്മാനപ്പൊതികൾ കൈമാറിയാൽ മുഴുവൻ എത്ര സമ്മാനപ്പൊതികൾ ഉണ്ടാകും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? കൈമാറിക്കൊണ്ടിരിക്കുകയാണ് സമ്മാനപ്പൊതി കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനില് സമ്മാനപ്പൊതി എന്നോ ആശംസാ കാർഡ് എന്നോ കണ്ടു കഴിഞ്ഞാൽ ഇക്വേഷൻ വരുന്നത് n × n-1 ആണ്. n × n-1 ആണ്. ശ്രദ്ധിക്കണേ, n × n-1 ആണ്. മനസ്സിലാകുന്നുണ്ടോ? ആശംസാ കാർഡ് എന്നോ സമ്മാനപ്പൊതി എന്നോ ആണെങ്കിൽ n × n-1. അപ്പൊ ഇവിടെ n എത്രയാണ്? 15. 15 × 14. 15 × 14 എത്ര വരും ആൻസർ? 15 × 14 ആയി 4 20 2 1 4 6 1 5 1 1 0 6 എത്രയാണ്? 5 10 11 2 2 അല്ലേ? 210. ഓക്കെ, 210 ആണ് ഇവിടെ എത്ര വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്യാണ്? 15 ആളുകൾ തമ്മിൽ സമ്മാനപ്പൊതി അല്ലെങ്കിൽ ആശംസാ കാർഡ് ആണെങ്കിൽ ഇക്വേഷൻ n × n-1. n × n-1 സമ്മാനപ്പൊതി ആശംസാ കാർഡ് n × n-1. ഓക്കെ ആണല്ലോ. ഇനി ഹസ്തദാനം എന്നോ ഇങ്ങനെ പരസ്പരം ഓരോ മത്സരം എന്നോ അങ്ങനെ പരസ്പരം എന്നോ ഹസ്തദാനം എന്നോ കണ്ടു കഴിഞ്ഞാൽ n × n-1/2 ആണ്. മനസ്സിലായോ? n × n-1/2 ആണ്. ഒരു ക്ലാസ്സിലെ 16 ആളുകൾ തമ്മിൽ ഹസ്തദാനം നടത്തിയാൽ, ഇനി 9 ടീമുകൾ തമ്മിൽ പരസ്പരം ഓരോ മത്സര വീതം നടത്തിയാൽ ഹസ്തദാനം പരസ്പരം n × n-1/2. ഇവിടെ 16 ആളല്ലേ? 16 × 15/2. ഒരെട്ട് ഇരട്ട് 16, 15 × 18 80, 8 40 അല്ലേ? 120. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി അതേപോലെ നമുക്ക് ഇവിടെ 9 ടീമാണ്. അപ്പൊ 9 × 8/2 4 9 4 36 അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോ സമ്മാനപ്പൊതി എന്നോ ആശംസാ കാർഡോ എന്നോ ആണെങ്കിൽ n × n-1. ഹസ്തദാനം എന്നോ ഇങ്ങനെ പരസ്പരം എന്നോ കണ്ടു കഴിഞ്ഞാൽ n × n-1/2. ഇനി അതേപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ് ഈ പരസ്പരം അവിടെ മത്സരം നടത്തുകയാണ്, പക്ഷെ ഇവിടെ പരസ്പരം കൈ കൊടുക്കുകയാണ്. ഒരു കബഡി ടീമിലെ അംഗങ്ങളായ 7 പേര് തമ്മിൽ എന്ത് ചെയ്യണേ? ആകെ 7 പേരുണ്ട്. ആ 7 പേർ തമ്മിൽ ഇപ്പൊ ഒരാൾ നിന്നിട്ട് മറ്റു 6 പേർക്കും കൊടുക്കണം, അടുത്തൊരാൾ വന്നിട്ട് വേറെ 6 പേർക്കും കൊടുക്കണം, മറ്റൊരാൾ വന്നിട്ട് വേറെ 6 പേർക്കും കൊടുക്കണം. അവിടെ നിന്നിട്ട് ആളുടെ എണ്ണം നോക്കിയിട്ട് കൈ ഇതൊരാൾ കൊടുത്തു ഇതൊരാൾ കൊടുത്തു ഇതൊരാൾ കൊടുത്തു ഇതൊരാൾ കൊടുത്തു കണക്കാക്കാൻ പറ്റില്ല അല്ലെ? ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്യാണ്? ഒരു കബഡി ടീമിലെ അംഗങ്ങൾ 7 പേർ വീതം പരസ്പരം കൈ കൊടുത്താൽ അവിടെ പരസ്പരം എന്ത് ചെയ്യണം? മത്സരം നടത്തുകയാണ് അല്ലെ? മത്സരം നടത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് പറഞ്ഞത്? n × n-1/2 എന്ന് പറഞ്ഞത്. ഇവിടെ പരസ്പരം കൈ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഹസ്തദാനം അല്ല, ഏതാണ് അവിടുത്തെ ഹസ്തദാനത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെ പരസ്പരം എന്ത് ചെയ്യാണ്? 7 പേർ വീതം, ഒരു കബഡി ടീമിലെ അംഗങ്ങളായ 7 പേർ വീതം പരസ്പരം കൈ കൊടുത്താൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ വേഗം ഇവിടെ ഹസ്തദാനങ്ങൾ എന്നാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? n × n-1/2 ഹസ്തദാനം പഠിച്ചാൽ ഞാൻ എപ്പോഴും n × n-1/2 ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ കാണേണ്ടത് ഇതിന്റെ സ്ക്വയർ കാണുക. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. അപ്പൊ ഇവിടെ എത്ര ഹസ്തദാനങ്ങൾ നടന്നു? 49 കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോ ഒരു എന്താ പറയാ 2 ഫുട്ബോൾ ടീം അല്ലെ? 2 ഫുട്ബോൾ ടീം അംഗങ്ങളായി. അപ്പൊ എത്ര ഉണ്ടാവും? 11 പേരാണ് അല്ലെ? ഫുട്ബോൾ ടീമിൽ എത്ര പേരാ? 11 പേര്. അവർ തമ്മിൽ എന്ത് ചെയ്യണം? പരസ്പരം കൈ കൊടുക്കുകയാണ്. അപ്പൊ അവിടെ എത്ര ഹസ്തദാനങ്ങൾ നടന്നു എന്ന് ചോദിച്ചാൽ 11ന്റെ സ്ക്വയർ 121. ഓക്കെ, അങ്ങനെയുള്ള മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല കൺഫ്യൂഷൻ വരും, തലയൊക്കെ അങ്ങോട്ട് പുകയും. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആ ക്വസ്റ്റ്യനിലൊന്ന് ആദ്യം ശ്രദ്ധ കൊടുക്കും. ഇവിടെ എന്ത് വന്നപ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്, ഇവിടെ എന്ത് വന്നപ്പോൾ ഇക്വേഷൻ വെച്ചത്, എന്നിട്ട് എന്ത് ചെയ്യുക? ഷോർട്ടായിട്ട് ഒരു ലെക്ചർ നോട്ട് എന്ത് ചെയ്യുക? ചെറുതായിട്ട് മാത്സിന്റെ ഷോർട്ട് നോട്ട് എഴുതുക, ഒരു ലെക്ചർ നോട്ട് എഴുതുക ചെറുതായിട്ട് ഷോർട്ട് ആയിട്ട്. അപ്പൊ ഇന്നത് വന്നാൽ ഇന്ന ഇക്വേഷൻ, ഇന്നത് വന്നാൽ ഇന്ന ഒരു ഇടയ്ക്കൊന്ന് ഒരു 10 പ്രാവശ്യം കാണുമ്പോൾ എക്സാം ഹാളിൽ കണ്ട് ആൻസർ ചെയ്യും. ധൈര്യമായിട്ട്